വളരെ ലഘുവായിരിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സുബ്രഹ്മണ്യ പൂജ. നമ്മൾ കലശത്തിലേക്കാണ് ദേവതയെ ആവാഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കലശപാത്രം, അതിൻ്റെ കഴുത്തിൽ ഒരു നൂല് ചുറ്റണം, ഒരു 3-3.5 ഇഴ ചുറ്റണം, 3 പ്രാവശ്യം ചുറ്റണം. അതിന് നമ്മൾ നാളികേരം വയ്ക്കാം. നമുക്ക് ആലിലയും മാവിലും കിട്ടുവാണെങ്കിൽ അതുകൂടെ വെച്ച് അതിന് മുകളിൽ നാളികേരം വയ്ക്കാം, അല്ലെങ്കിൽ വെറും നാളികേരം വയ്ക്കാം. ആ നാളികേരം പുഷ്പങ്ങൾ അലങ്കരിക്കാം, ചന്ദനം കൊണ്ടൊക്കെ അലങ്കരിക്കാം, ഭംഗിയാക്കി വയ്ക്കാം. അതാണ് നമ്മൾ ഉപാധിയായിട്ട് സ്വീകരിക്കുന്നത്. വിഗ്രഹത്തിന് പകരം വയ്ക്കുന്നത്. ഒരു വിളക്ക് വേണം, ഒരു വിളക്കെങ്കിലും വേണം. ഒരു വിളക്കുണ്ടെങ്കിൽ ഒരു വിളക്ക് വയ്ക്കാം, അതിന് മുൻപിൽ ഈ കലശപാത്രം വയ്ക്കാം. കലശപാത്രം നിലത്ത് വെക്കരുത്, ഒരു താലത്തിലോ അതല്ലെങ്കിൽ ഇലയിലോ വേണം. ആ കലശപാത്രത്തിൽ ജലം നിറയ്ക്കണം. ആ ജലം നല്ല സുഗന്ധമുള്ള പച്ചക്കടത്തോടോ കരിഞ്ഞിലേക്ക് ചേർത്ത സുഗന്ധമുള്ള ജലം ആണ് വേണ്ടത്. പിന്നെ തീർത്ഥമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിണ്ടി ഉണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പഞ്ചപാത്രവും ഉദ്ധരണി, അല്ലെങ്കിൽ ഈ ജലപാത്രവും ഒരു സ്പൂൺ വെച്ചാൽ. പിന്നെ പൊടികളൊക്കെ നല്ലതാണ്. പൊടികൾ കിട്ടിയില്ലെങ്കിൽ ഒരു തിരി നെയ്യ് മുക്കിയിട്ട് കത്തിച്ച് നമ്മൾ ആ സമയത്ത് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പൊടികളൊക്കെ നെയ്യ് ഒഴിച്ച് കത്തിച്ച് വയ്ക്കാം. പിന്നെ ഒരു മണിയടിക്കാൻ ധൂപം ചെയ്യുമ്പോൾ മണിയടിക്കാം. പിന്നെ പൂവടിക്കാൻ കാലം വേണം. ആ കാലത്ത് പുഷ്പം വേണം. പുഷ്പത്തിന് കൂടെ അക്ഷതം. അക്ഷതം എന്ന് പറയുന്നത് ചെറിയ ഉണങ്ങലിൽ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ അക്ഷതമാവും. അല്ലെങ്കിൽ ഒരു 2 പിടി അരിയും അരപ്പിടി അല്ലെങ്കിൽ 1/4 പിടി കുറച്ച് നെല്ലും അത് മിക്സ് ചെയ്താണ് അക്ഷതം കേരളത്തിൽ പറയുക. നെല്ല് കിട്ടിയില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ. പുഷ്പാക്ഷതങ്ങൾ ഒന്നിച്ചാണ് എടുക്കുക. പിന്നെ ഒരു ധൂപം കോരിയാവുന്ന പാത്രമുണ്ട്, നമ്മൾ ധൂപം കാണിക്കാം. ധൂപക്കൂട്ട് അല്ലെങ്കിൽ ചന്ദനക്കൂട്ട് വെച്ചാൽ മതി, കത്തിച്ച് വെച്ചാൽ പെട്ടെന്ന് കഴിയും. കർപ്പൂരം വേണം, കത്തിക്കാൻ കർപ്പൂരം വേണം. കർപ്പൂരം കത്തിക്കാൻ ഒരു കത്തി വേണം. പിന്നെ ചന്ദനം അരച്ചു ചന്ദനം നല്ലത്, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കളമോ. കുറച്ച് ഭസ്മം വേണം. എണ്ണ, വിളക്കെത്തിക്കാൻ എണ്ണ വേണം. തിരി വേണം, തിരിപ്പറ്റി വേണം. വെറ്റിലയും അടക്കയും വേണം. ദക്ഷിണ വയ്ക്കാം. പിന്നെ നിവേദ്യത്തിന് നമ്മൾ സാധാരണ അവിൽ ശർക്കര മലർ പൂജ എന്നാണ് സുബ്രഹ്മണ്യ പൂജയ്ക്ക് പണ്ട് പറഞ്ഞിരുന്നത്. വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിലും മലരും ശർക്കരയും വയ്ക്കാം. കുറച്ച് പഴങ്ങൾ വയ്ക്കാം. പിന്നെ കഴിയുമെങ്കിൽ പഞ്ചാമൃതം നല്ലതാണ്. സുബ്രഹ്മണ്യ പ്രാധാന്യം പഞ്ചാമൃതമാണ്. തേനും കുറച്ച് നെയ്യും ശർക്കര പാവ് കാച്ചിയും പുളിയില്ലാത്ത പഴങ്ങൾ, പിന്നെ ഈത്തപ്പഴം, കാരയ്ക്ക എന്നുള്ള സാധനം, ഈത്തപ്പഴം, ഡേറ്റ്സ്. അത് അപ്പോൾ ഡേറ്റ്സ് നന്നായിട്ട് മിക്സി ചെയ്ത് വയ്ക്കും. അതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. അതിൽ ശർക്കര പാവ് കാച്ചി ഒഴിക്കാം, തേനൊഴിക്കാം. അപ്പം മനോഹരം, നല്ല ഒരു മധുരമുള്ള അമൃത സ്വഭാവം 5 വസ്തുക്കൾ ചേർന്നതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമായ സാമാന്യേന ആവശ്യമുള്ള സാധനങ്ങളായി ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കും. എല്ലാവരും പ്രാർത്ഥിക്കാം. ശിരസ് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ. പിന്നെ ഗണപതി ധ്യാനം. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സുബ്രഹ്മണ്യ ധ്യാനം. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഇത്രയും പറഞ്ഞ ശേഷം എന്നിവിടെ പറയാം. സങ്കല്പം ഇടതയിൽ വലതിൽ വയ്ക്കുക, എന്നിട്ട് വലത് തുടങ്ങിൽ വയ്ക്കുക. പറയാം. മാ വാർത്ത സമസ്ത ദുരിതക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം ശുഭേ ശോഭനേ മുഹൂർത്തേ മമ സകുടുംബസ്യ ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ
ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധ്യർത്ഥം സമസ്ത മംഗളവാപ്ത്യർത്ഥം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ പ്രസാദസിദ്ധ്യർത്ഥം സകല ബാധാ നിവൃത്യർത്ഥം സർവ അഭീഷ്ടഫലസിദ്ധ്യർത്ഥം ദീർഘായുഷ്യ സിദ്ധ്യർത്ഥം ഷോഡശോപചാര സഹിതം ശ്രീ വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ പൂജാം അഹം കരിഷ്യേ. പുഷ്പാക്ഷരം എടുത്ത് ആ കലശത്തിന് സമർപ്പിക്കാം. ഇതെല്ലാം കത്തിച്ചൊലിച്ച് കലശത്തിൽ റെഡിയാക്കി തയ്യാറാക്കി വയ്ക്കാം കേട്ടല്ലോ. പിന്നെ ആദ്യമായിട്ട് തീർത്ഥം വെക്കാൻ ചെയ്യും. ആ ജലപാത്രത്തിൽ ജലം നിറച്ച് വയ്ക്കുക. 2 കൈ കൊണ്ടും പുഷ്പാക്ഷരം എടുക്കുക. കുറച്ച് ചന്ദ്രജലം ചേർക്കുക. കുറച്ച് ജലം ചേർക്കുക. അപ്പോൾ ജലഗന്ധ പുഷ്പാക്ഷരങ്ങൾ എല്ലാം കുട്ടിയെടുത്ത് നമ്മൾ 2 കൈയും ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ചൊല്ലുക, ഗംഗയെ ആവാഹിക്കാം. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധി കുരു എന്ന് ചൊല്ലി കയ്യിലുള്ള ജലബന്ധ പുഷ്പാക്ഷരങ്ങൾ ആ ജലപാത്രത്തിൽ സമർപ്പിക്കുക. എന്നിട്ട് ആ ജലം തൊട വലത് മോതിരം തൊട്ടിട്ട് പറയാം, ഇമാ ആപശിവ സന്തു ശുഭാശുദ്ധാശ്ച നിർമ്മല പാവനാ ശീതളശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മിഭി. മോതിര വിരൽ കൊണ്ട് 3 പ്രാവശ്യം ജലമിളക്കുക. അതിനുശേഷം കിണ്ടിയുടെ മുരലിൽ നിന്ന് കുറച്ച് വെള്ളം കയറ്റിയെടുത്ത് കിണ്ടിയിലേക്ക് തന്നെ ഒഴിക്കുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യും. ജലപാത്രമാണെങ്കിൽ ഉദ്ധരണി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ജലം എടുത്ത് മുകളിലേക്ക് ഉയർത്തുക, അതിലേക്ക് തന്നെ ഒഴിക്കുക. ഇതിന് ആപ്യായിച്ച് സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഇത് തീർത്ഥമായി ശുദ്ധമായി ആ ജലം കുറച്ച് സ്ഥലതയിൽ വെച്ചിട്ട് പൂജാജലങ്ങളിൽ ചുറ്റുമുള്ള വസ്തുക്കളിൽ തന്നിലേക്ക് ഒക്കെ തളിക്കുക. അത് കഴിഞ്ഞ് ദേവനോട് പ്രാർത്ഥിക്കാം. തൊഴിൽ എന്ന് പറയാം, ശ്രീ വല്ലി ദേവസേനാധിപതയെ പാർവതീതനയ യാവത് പൂജാം കരിഷ്യാമി പ്രസന്നോ ഭവ മേ പ്രഭു എന്ന് സുബ്രഹ്മണ്യ ശരിക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം. അപ്പോൾ സുബ്രഹ്മണ്യ വന്നു സങ്കല്പിക്കാം, സാന്നിധ്യമുണ്ടായി സങ്കല്പിക്കാം. അടുത്താണ് ധ്യാനശ്വരം. അങ്ങനെ വന്ന സുബ്രഹ്മണ്യ ധ്യാനിക്കാം. സിന്ദൂരാരുണകാന്തേവിന്ദോവദനം കേയൂരഹാരാദിഭിർ ദിവ്യൈരാഭരണൈ വിഭൂഷിതതൻ സ്വന്തസ്യ സൗഖ്യപ്രദം അംഭോജാപയ ശക്തികുക്കുടധരം രക്താംഗരാഗാംശുകം സുബ്രഹ്മണ്യമുപാസ്മഹേ പ്രണമതാം ഭീതിപ്രണാശോദ്ഗതം. സിന്ദൂര നിറത്തിലുള്ള മനോഹരമായ സുബ്രഹ്മണ്യ വിഗ്രഹത്തെ മനസ്സിൽ സങ്കല്പിക്കാം. എന്നിട്ട് ജലഗന്ധ പുഷ്പാക്ഷരങ്ങൾ കയ്യിലെടുക്കാം. എന്നിട്ട് പ്രാർത്ഥിക്കാം. ഓം ഭൂർഭുവസ്വരോ അസ്മിൻ കലശേ സാംഗാം സായുധാം സപരിവാരാം സർവശക്തി സമന്വിതാം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യം ധ്യായാമി എന്ന് പറഞ്ഞ് പുഷ്പാക്ഷരങ്ങൾ ആ കലശത്തിലേക്ക് ഇടാം. ആ കലശത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വേല കുത്തി നിർത്താം കേട്ടല്ലോ. ധ്യാനിച്ചു, പിന്നെ ആവാഹിക്കാം. എല്ലാം പുഷ്പാക്ഷരം വീണ്ടും കൈയെടുക്കുക. എന്നിട്ട് പറയാം, ആവാഹയാമി ത്വാം ദേവ ആശ്രിതാർത്ഥപ്രദായിനി ആമ്നായ വേദ്യവിഭവം ആദിമധ്യാന്തവർജിതം. ഓം ഭൂർഭുവസ്വരോം അസ്മിൻ ദീപേ അല്ലെങ്കിൽ കലശേ സാംഗാം സായുധാം സപരിവാരാം സർവശക്തി സമന്വിതാം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യം ആവാഹയാമി. ആ പുഷ്പാക്ഷരം അതിലേക്ക് സമർപ്പിക്കും.
വീണ്ടും പുഷ്പാർച്ചന എടുക്കാം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് രത്നസിംഹാസനത്തെ സങ്കല്പിക്കാം. രത്നസിംഹാസനം ചാരു രത്നസാനുധനുസുത ദദാമി ദേവസേനേഷ ദയാകര ഗൃഹാണമേ. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമഃ. രത്നസിംഹാസനം സമർപ്പയാമി. ആ പുഷ്പാർച്ചന സമർപ്പിക്കാം. അതിനുശേഷം ഒരു ഉദ്ധരണിയിലോ സ്പൂണ് ജലം എടുക്കുക. അല്ലെങ്കിൽ രണ്ട് കിലോ എടുക്കാം. പാദ്യം പാദ്യം ഗൃഹാണവല്ലീശ പാർവതീ പ്രിയനന്ദന പാപം ഹരതു മേ സർവം പുത്രപൗത്രാൻ പ്രവർദ്ധയ. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. പാദ്യം സമർപ്പയാമി. ഒരു കുടിനീർ വീഴ്ത്തുക. സ്പൂണ് ജലം ഒഴിക്കുക, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം അവിടെ ഒഴിക്കുക. അർഘ്യം വീണ്ടും ഒരു ഉദ്ധരണിയിലോ സ്പൂണ് ജലം എടുക്കുക. അല്ലെങ്കിൽ രണ്ട് കിലോ എടുക്കാം. എന്നിട്ട് പറയാം, അർഘ്യം ഗൃഹാണ ഗാംഗേയ ദേവരാജ സമർച്ചിത സഫലാൻ കുരുമേ കാമാൻ ഷൺമാതുര നമോ നമ. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. അർഘ്യം സമർപ്പയാമി. ജലം സമർപ്പിക്കും. വീണ്ടും ജലം ഇതേപോലെ എടുക്കുക. ആചമനീയം ഗൃഹാണാചമനം ഏവ ഗുഹസ്വാമിൻ ഗുണാലയ ഗുരോരവി ഗുരോർദേവ ഗുരുമേ കുശലം വിഭോ. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. ആചമനീയം സമർപ്പയാമി. ജലം സമർപ്പിക്കും. പിന്നെ മധുപർക്കം, തൈരും തേനും പാലും കൂടി ചേർന്നാണ് മധുപർക്കം. പറ്റുമ്പോൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജലം മാത്രം എടുത്താൽ മതി. ജലം സമർപ്പിച്ചാൽ മതി. ജലം എടുക്കാം. മധുപർക്കം ഗൃഹാണേശ മധുസൂദന വന്ദിത മഹാദേവസുതാനന്ദ മഹാപാതകനാശന. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. മധുപർക്കം സമർപ്പയാമി. സമർപ്പണം. പിന്നെ പഞ്ചാമൃത സ്നാനം. പഞ്ചാമൃതം പാത്രം കൈവെടുക്കാം. എന്നിട്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കാം. പഞ്ചാമൃതേന പരമം പഞ്ചപാതകനാശന സ്നാനം കുരു സദാരാധ്യ സുരസേനാപദേവ്യയ. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. പഞ്ചാമൃത സ്നാനം സമർപ്പയാമി. കുറച്ച് പഞ്ചാമൃതം ആ കലശത്തിലേക്ക് ഒഴിക്കാം. ബാക്കി അതോടൊപ്പം ഒഴിക്കാം. പിന്നീട് പ്രസാദമായിട്ട് കൊടുക്കാനുള്ളതാണ്. അതിനുശേഷം ജലം വീണ്ടും ഒഴിക്കുക. ശുദ്ധോദക സ്നാനം ദേവസിന്ധു സമുദ്ഭൂത ഗംഗാധര തനൂഭവ സ്നാനം സ്വീകുരു സർവേഷ ഗംഗാദി സലിലൈ ശിവൈ. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. ശുദ്ധോദക സ്നാനം സമർപ്പയാമി. ജലം സമർപ്പിക്കാം. സ്നാനാനന്തരം ആചമനീയം സമർപ്പയാമി. വീണ്ടും ജലം സമർപ്പിക്കാം. ശേഷം വസ്ത്രം കരുതിയിട്ടുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ പുഷ്പാർച്ചന എടുക്കാം. വസ്ത്രം സങ്കല്പിച്ച് പറയാം. വസ്ത്രയുഗ്മം ച വല്ലീശ വാരിതാഖില പാതക സുവർണ താന്തുഭിസ്യൂതം ഗൃഹ്യതാം ഗുഹഷൺമുഖ. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. വസ്ത്രോത്തരീയം സമർപ്പയാമി. സമർപ്പിക്കാം. വസ്ത്രം സമർപ്പിക്കാം, അല്ലെങ്കിൽ പുഷ്പാർച്ചന സമർപ്പിക്കാം. യജ്ഞോപവൃത്തം പുഷ്പാർച്ചന എടുത്താൽ മതി. എന്നിട്ട് പറയാം, രജതം ബ്രഹ്മസൂത്രം ച കാഞ്ചനം ചോത്തരീയകം ദദാമി ദേവസേനേഷ ഗൃഹാണ ഗുണസാഗര. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. യജ്ഞോപവീതം സമർപ്പയാമി. സമർപ്പിക്കുക. ഭസ്മം പാത്രത്തിൽ ഭസ്മം എടുക്കാം. എന്നിട്ട് പറയാം, പ്രാർത്ഥിക്കാം. അഗ്നിഹോത്ര സമുദ്ഭൂതം വിരജാനല സംഭവം ഗൃഹാണ ഭസിതം ദേവ ഭൂതബാധാവിനാശനം.
ഓം വല്ലീ ദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. വിഭൂതി സമർപ്പയാമി. വിഭൂതിയെ പാത്രം കഴിക്കാം. കുറച്ച് ഭസ്മം എടുത്തിട്ട് കലശത്തിലേക്ക് അഭിഷേകം പോലെ ചെയ്യാം. ഇനി ചന്ദനജലം എടുക്കാം. എന്ന് പറയാം, കസ്തൂരി കുങ്കുമോപേതം ഘനസാരസമന്വിതം ഗൃഹാന രുചിരം ഗന്ധം അന്ധകാരീതനുദ്ഭവ. ഓം വല്ലീ ദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. ദിവ്യഗന്ധാൻ ധാരയാമി. ഈ ചന്ദ്രജലം ഒരു ധാരയായിട്ട് ഒഴിക്കാം. അവിടെ വയ്ക്കാം. അക്ഷതം, പുഷ്പാക്ഷരം ഒന്നിച്ചെടുക്കാം. വീണ്ടും എടുക്കാം. അക്ഷതാൻ ധവളാൻ രമ്യാൻ ഹരിദ്രാചൂർണമിശ്രിതാൻ കുമാര കരുണാസിന്ധോ ഗൃഹാണ ഗുണഭൂഷണ. ഓം വല്ലീ ദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. അക്ഷതാൻ സമർപ്പയാമി. പുഷ്പാക്ഷരം സമർപ്പിക്കുക. പിന്നെ പുഷ്പം വേറെ എടുക്കാം. പാരിജാതാനി പഞ്ച വാരിജാതാനി മാലതി പുന്നാഗം ബില്വപത്രം ച ഗൃഹാണ ക്രൗഞ്ചധാരിണം. ഓം വല്ലീ ദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. പുഷ്പാക്ഷതാൻ സമർപ്പയാമി. പുഷ്പാക്ഷരങ്ങൾ സമർപ്പിക്കാം. അവിടെ പുഷ്പാഞ്ജലി ചെയ്യും. അംഗപൂജയായിട്ട് ചെയ്യാം. ഓം പാർവതീ നന്ദനായ നമ. പാദൗ പൂജയാമി. ഓം ഗുഹായ നമ. ഉൽഭൗ നെരിയാണി ഉൽഭൗ പൂജയാമി. ഓം ജഗന്നാഥായ നമ. ജാനൂനി പൂജയാമി. കാൽമുട്ടുകൾ. ഓം ഉരുബലായ നമ. ഉരും പൂജയാമി. തൊടയിൽ പൂജിക്കാം. ഓം കൃത്തികാസുതായ നമ. കടിം പൂജയാമി. അരക്കെട്ട്. ഓം ഗുഹായ നമ. ഗുഹ്യം പൂജയാമി. ഓം കുമാരായ നമ. കുക്ഷിം പൂജയാമി. വയറ്. ഓം നാരായണീ സുതായ നമ. നാഭിം പൂജയാമി. ഓം വിശാഖായ നമ. വക്ഷം പൂജയാമി. ഓം ബഹുളാസുതായ നമ. ബാഹൂൻ പൂജയാമി. ഓം പരശൂനവേ നമ. ഹസ്താൻ പൂജയാമി. ഓം കാർത്തികേയായ നമ. കണ്ഠം പൂജയാമി. ഓം ഷൺമുഖായ നമ. മുഖാനി പൂജയാമി. ഓം സുനാസായ നമ. നാസികാം പൂജയാമി. ഓം ദേവനേത്രേ നമ. നേത്രാണി പൂജയാമി. ഓം ഹിരണ്യകുണ്ഡലായ നമ. കർണാൻ പൂജയാമി. ഓം സർവഫലപ്രദായ നമ. ഭാലം പൂജയാമി. നെറ്റി. ഓം കരുണാകരായ നമ. കപോലം പൂജയാമി. കവിൾത്തല. ഓം ശരവണഭവായ നമ. ശിരാംസി പൂജയാമി. ഓം കുക്കുടധ്വജായ നമ. കിരീടാൻ പൂജയാമി. ഓം സർവമംഗളപ്രദായ നമ. സർവാണ്യംഗാനി പൂജയാമി. ഇവിടെ പുഷ്പമെടുത്ത് ഓരോ മന്ത്രവും ജപിച്ചുകൊണ്ട് സമർപ്പിക്കും. ദേവന്റെ ഓരോ അംഗങ്ങൾ സമർപ്പിക്കാം. ഇവിടെ അഷ്ടോത്തര നാമാവലി കൊണ്ടും പുഷ്പാഞ്ജലി ചെയ്യാം. പുഷ്പം കഴിഞ്ഞാൽ ധൂപം. ധൂപക്കൂട്ടുണ്ടെ അത് കത്തിച്ച ധൂപം കാണിക്കാം. അല്ലെങ്കിൽ ചന്ദനത്തിൽ കത്തിച്ച് ആ ധൂപം കാണിക്കാം. ധൂപം കയ്യിലെടുത്ത് പറയാം. ദശാംഗ ഗുരുപേദം സുഗന്ധം ച മനോഹരം ധൂപം ഗൃഹാണ ദേവേശ ധൂതപാപ നമോസ്തുതേ. ഓം വല്ലീ ദേവസേന സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. ധൂപം ആഘ്രാപയാമി. ധൂപം കാണിക്കുക. ആ സമയത്ത് മണിയടിക്കാം. ജലമെടുക്കുക. ജലം കയ്യിലെടുത്ത് പറയാം. ധൂപാനന്തരം ആചമനീയം സമർപ്പയാമി. ജലം സമർപ്പിക്കുക. ശേഷം ദീപം, കുടിവിളക്കുണ്ടെങ്കിൽ കുടിവിളക്കെടുത്ത് കാണിക്കാം. അല്ലെങ്കിൽ ഒരു തിരി നെയ്യിൽ മുക്കിയിട്ട് അത് കത്തിച്ച് കാണിച്ചാലും മതി. ദീപത്തിന്റെ സമയത്ത് മണിയടിക്കണം. സാജ്യവർത്തി ത്രയോപേതം ദീപം പശ്യദയാനിധി ദേവസേനാപതി സ്കന്ധ വല്ലീ നാഥപരപ്രദ. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. ദീപം ദർശയാമി നമ. ദീപം കാണിക്കുക. ദീപം വെച്ച ശേഷം ജലമെടുക്കുക. ദീപാനന്തരം ആചമനീയം സമർപ്പയാമി. ജലം സമർപ്പിക്കുക. അതിനുശേഷം നിവേദ്യം. ദേവന് മുമ്പ് തീർത്ഥം തളിച്ച് അവിടെ പുഷ്പാക്ഷരങ്ങൾ വെച്ച് അതിൻ്റെ മുകളിൽ നിവേദ്യപാത്രം സമർപ്പിക്കുക. ഒരു പുഷ്പമെടുത്ത് നിവേദ്യത്തെ ഒഴിഞ്ഞു കളയുക. തീർത്ഥജലം കയ്യിലെടുത്ത് നിവേദ്യത്തിൽ തളിച്ച് ശുദ്ധമാക്കുക.
അമൃതോപസ്തരമസു എന്ന് ചൊല്ലി ദേവന് ജലം സമർപ്പിക്കുക. പുഷ്പാക്ഷരങ്ങൾ കൈയെടുത്ത് പ്രാർത്ഥിക്കുക. ശാല്യന്നം പായസം ക്ഷീരം ലഡൂകാൻ മോദകാനപി ഗൃഹാണ കൃപയാ ദേവ ഫലാനി സുബഹൂനി ച. ഓം വല്ലീ ദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. സർവം മഹാനിവേദ്യം നിവേദയാമി എന്ന് ചൊല്ലി നിവേദ്യത്തെ ഉഴിഞ്ഞ് ദേവന് സമർപ്പിക്കുക. അതിനുശേഷം തൊഴുതുകൊണ്ട് പറയാം: ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം നമഃ സ്വാഹ. പ്രാണാഹുതി മുദ്രകൾ അറിയുമെങ്കിൽ ഈ മന്ത്രവും പ്രാണാഹുതി മുദ്രകളും കൂടി കാണിക്കാം, അല്ലെങ്കിൽ തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കാം. നിവേദ്യരസം പൂർണ്ണമായിട്ട് ദേവൻ സ്വീകരിച്ചു എന്ന് സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക. ജലമെടുത്ത് ഒരു തുള്ളി ജലം അമൃതപാനീയം സമർപ്പയാമി, ജലം സമർപ്പിക്കുക. അതിനുശേഷം ഒരു തുള്ളി ജലം കൂടി എടുത്ത് അമൃത പിധാനമസു എന്ന് പറഞ്ഞ് ദേവന് തുള്ളി ജലം ഒരു കുടിഞ്ഞൊരു വീഴ്ത്തുക. ദേവനിൽ നിന്ന് ഒരു പുഷ്പമെടുത്ത് നിവേദ്യത്തിലിട്ട് നിവേദ്യം മാറ്റി വയ്ക്കുക. അതിനുശേഷം ഗണ്ഡൂഷം ഉദ്ധരണിയിൽ അല്ലെങ്കിൽ സ്പൂണിൽ ജലം എടുക്കുക, അല്ലെങ്കിൽ കിണ്ടിയിൽ ഒരു കുടിഞ്ഞൊരു വീഴ്ത്താം. ഗണ്ഡൂഷം സമർപ്പയാമി എന്നുള്ള ജലം സമർപ്പിക്കാം. ജലമെടുത്ത് നിവേദ്യാനന്തരം ആചമനീയം സമർപ്പയാമി, വീണ്ടും ജലം സമർപ്പിക്കാം. ശേഷം താമ്പൂലം അടയ്ക്ക വയ്ക്കുക, കഴിച്ചെടുക്കുക. ഇത് പറയാം: പൂഗീഫലസമായുക്തം നാഗവല്ലീദളരിയുതം കർപ്പൂരചൂർണസമ്മിശ്രം താമ്പൂലം പ്രതിഗൃഹ്യതാം ശ്രീവല്ലീദേവസേനാ സമേത സുബ്രഹ്മണ്യ സ്വാമിനെ നമ. കർപ്പൂര താമ്പൂലം സമർപ്പയാമി എന്ന് പറഞ്ഞ് പ്രസ്ഥാപിക്കാം. ജലമെടുത്ത് താമ്പൂലാനന്തരം ആചമനീയം സമർപ്പയാമി എന്ന് സമർപ്പിക്കാം. കർപ്പൂരത്തട്ടിൽ ഒരു കർപ്പൂരത്തിൽ കത്തിച്ചു വയ്ക്കാം. എന്നിട്ട് കർപ്പൂരം ഒഴിഞ്ഞുകൊണ്ട് ചൊല്ലാം: നീരാജനമിതം രമ്യം നീരാഞ്ജന സംസ്തുത ഗൃഹാണ കരുണാസിന്ധോ കാമിതാർത്ഥപ്രദായക. ഓം വല്ലീദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. കർപ്പൂര നീരാജനം സമർപ്പയാമി. കർപ്പൂരം ഉപയോഗിക്കുക. ആ സമയത്ത് മണിയടിക്കാം. പുഷ്പാക്ഷം കർപ്പൂരത്തിൽ നിന്ന് ദേവൻ സമർപ്പിക്കും. തുടർന്ന് പുഷ്പാഞ്ജലി. പുഷ്പാക്ഷം കയ്യിലെടുക്കുക. പുഷ്പാഞ്ജലിം ഗൃഹാണേശ പുരുഷോത്തമ പൂജിത മയൂരവാഹദേവേശ മനീഷിത ഫലപ്രദ. ഓം വല്ലീദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. പുഷ്പാഞ്ജലിം സമർപ്പയാമി. മൂലമന്ത്രം കൊണ്ടോ അഷ്ടോത്തര മന്ത്രങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മാലാമന്ത്രങ്ങളെ കൊണ്ടോ പുഷ്പം ചെയ്യാം. പ്രദക്ഷിണം പറ്റുമെങ്കിൽ പ്രദക്ഷിണം ചെയ്യാം, അല്ലെങ്കിൽ ആത്മപ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം കരോമി ത്വാം പ്രകൃഷ്ട ഫലദായിനം പുരുഷോത്തമ സംപൂജ്യ പുത്രപൗത്രാൻ പ്രവൃദ്ധയ യാനി യാനി ച പാപാനി ജന്മാന്തരകൃതാനി ച താനി താനി വിനശ്യന്തി പ്രദക്ഷിണ പദേ പദേ. ഓം ശ്രീവല്ലീദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. പ്രദക്ഷിണം സമർപ്പയാമി. ഇനി നമസ്കാരം. പ്രദക്ഷിണം കഴിഞ്ഞാൽ നമസ്കരിക്കാം. നമോ ഗൗരീ തനൂജായ ഗാംഗേയായ നമോ നമ. നമോ ദേവവരാശ്യായ വല്ലീശായ നമോ നമ. ഓം വല്ലീദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. നമസ്കാരം സമർപ്പയാമി. നമസ്കരിക്കാം. ശേഷം പുഷ്പാക്ഷം കയ്യിലെടുത്ത് പറയാം: ഓം വല്ലീദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. വേദോക്തമന്ത്രപുഷ്പം സമർപ്പയാമി. പുഷ്പം സമർപ്പിക്കുക. അതിനുശേഷം വീണ്ടും പുഷ്പാക്ഷരിക്കാം. ഓം വല്ലീദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ. സുവർണുള്ള പുഷ്പം സമർപ്പയാമി. പുഷ്പം സമർപ്പിക്കുക. അതിനുശേഷം വീണ്ടും പുഷ്പെടുക്കാം. ഓം വല്ലീദേവസേനാ സമേത ശ്രീ സുബ്രഹ്മണ്യ സ്വാമിനേ നമ.
ഛത്രചാമരാദി സമസ്ത രാജോപചാരാൻ സമർപ്പയാമി. പുഷ്പാക്ഷം സമർപ്പിക്കുക. തൊഴുതുകൊണ്ട് ക്ഷമാപ്രാർത്ഥന. ആവാഹനം ന ജാനാമി വിസർജനം പൂജാവിധിം ന ജാനാമി ക്ഷമസ്വ മഹേശ്വര. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വര. യത് പൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ചടാനനായേതി സമർപ്പയാമി. കുലദേവതായേതി സമർപ്പയാമി. ഗ്രാമദേവതായേതി സമർപ്പയാമി. പൂർണ്ണമായ സമർപ്പണം ചെയ്ത മനസ്സുകൊണ്ട് പുഷ്പാർച്ചന എടുത്ത് അതിന് സമർപ്പിക്കാം. പിന്നെ നമ്മൾ പ്രസാദം മാറ്റിവെക്കാം. പുഷ്പം, അക്ഷരം, ചന്ദനം നിവേദ്യമെല്ലാം മാറ്റിവെക്കാം. പ്രസാദവും മാറ്റിവെക്കുക. ദേവനിൽ നിന്ന് ഒരു പുഷ്പമെടുത്ത് സ്വന്തം ശിരസിൽ വയ്ക്കുക. ശേഷം ഒരു പൂവെടുത്ത് ഘ്രാണിച്ച് കളയുക. ദേവചൈതന്യം പൂർണ്ണമായും തന്നിലേക്കും ഭക്തജനങ്ങളിലേക്കും നിവേശിച്ചു എന്ന് സങ്കല്പിക്കുക. തുടർന്ന് പുഷ്പം, നിവേദ്യം, പഞ്ചാമൃതം എല്ലാവർക്കും വിതരണം ചെയ്യുക. ഓം ശാന്തി ശാന്തി ശാന്തി.